വേർഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ജാപ്പനീസ് പദമാണ് റേക്കി. അതായത് പ്രാപഞ്ചികമായ ഊർജം, അതായത് ഈ യൂണിവേഴ്സൽ പവർ എന്നുള്ളതാണ്, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി. അപ്പോൾ അത് നമ്മൾ വിശ്വത്തിലെല്ലാം വ്യാപിച്ച് കിടക്കുന്നു. നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഈ സ്പേസിലെല്ലാം ഉണ്ട്. അപ്പം നമ്മളിലും ഉണ്ട് റേക്കി, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. പേര് വിസ്മയിലും ഉണ്ട് റേക്കി. പക്ഷേ ഈ ഒരു ചാനലൈസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കോഡ് നമുക്ക് പുനഃസ്ഥാപിക്കലാണ് എല്ലാ റേക്കി ടീച്ചേഴ്സും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു റേക്കി കൊടുക്കുമ്പോൾ ഒരു അറ്റ്യൂൺമെൻറ്റ് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കലാണ്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങും നമ്മളിലേക്ക്. മറ്റേത് പലർക്കും നമുക്ക് ചിന്തകൾ വളരെയധികം ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലോ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, അത് കട്ടായി കിടക്കുക. അപ്പോൾ ആ കോസ്മിക് പവർ നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളെന്ന് പറയും. നമുക്ക് നമ്മുടെ ഈ കാണുന്ന ശരീരമല്ലാതെ മറ്റ് ശരീരങ്ങളും കൂടെ ഉണ്ട്. അതാണ് സോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണ ശരീരമാണ്. അപ്പോൾ ആ സോളിന് തന്നെ നമുക്ക് സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ സ്ഥൂല രൂപത്തിൽ നമുക്ക് ജന്മം എടുത്തെങ്കിലേ നമ്മൾ ഒരുപാട്